KL14 സെക്കൻഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 10-50ഓളം വണ്ടികൾ സ്റ്റോക്കുള്ള കൂട്ടിലങ്ങാടിയിലെ റിയൽ ചോയ്സിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വണ്ടിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ വണ്ടിയിലോട്ട് പോകാം. ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് റിഡ്സ് ഡീസൽ വണ്ടിയാണ്. ഇത് എത്ര മോഡൽ ബോസേ? ഇത് 2012 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1,13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ 2,65,000 റുപ്യ നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറൊക്കെ അത്യാവശ്യം എത്ര ശതമാനം ഉണ്ട്? അത് 60-70% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇന്റീരിയൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റ് കവറൊക്കെ പുതിയ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻ വരുന്ന LD ആണ്. അതുകൊണ്ട് 4 പവറിന്റെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. തന്നെ ഇതിൽ എയർ ബാഗ് വരുന്നുണ്ടോ? ഇല്ല, എയർ ബാഗ് ഇല്ല. എയർ ബാഗ് നമുക്ക് ZDA വരുള്ളൂ. ഇത് LD ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് LDA ആണ് ഓപ്ഷൻ. VDA അല്ല. VDA കൺവേർട്ട് ചെയ്താണ്, പവറിന്റെ കയറ്റിയതാണ്. തന്നെ ഇത് എന്താ വില ചോദിക്കുന്നത്? ഇത് 2,65,000 റുപ്യ ചോദിക്കണേ. ലോൺ ആണെങ്കിൽ നമുക്ക് ഏകദേശം 2 റുപ്യ റേഞ്ചിൽ ലോണും കൊടുക്കാം. നല്ല കസ്റ്റമർ ആണെങ്കിൽ തന്നെ വില കുറച്ച് കൊടുക്കൂലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്ത വണ്ടിയിലോട്ട് പോവാം. അടുത്ത വണ്ടി നിസാൻ സണ്ണിയാണ്, ഡീസൽ വണ്ടിയാണ്. ഇതെങ്ങനെയാണ് മോനെ കാര്യങ്ങള്? ഇത് 2012 മോഡല് റീ വണ്ടി കേട്ടോ. മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ ഓപ്ഷൻ തന്നെ XL ആണ്. 2 എയർ ബാഗ് വരും. അതേപോലെ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ എന്താണ് മോട്ടർ അതിന്റെ പറഞ്ഞോ. പിന്നെ അതേപോലെ ടയറും കാര്യങ്ങളും അത്യാവശ്യം വരുന്നുണ്ട്. രണ്ടാമത്തെ സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി വരുന്നത്. ടയറൊക്കെ പുതിയത് തന്നെ അല്ലേ? അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിൽ എങ്ങനെ? ഇന്ത്യയിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ്. ഇതിൽ എയർ ബാഗ് ഒക്കെ ഉണ്ടല്ലേ? ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഇത് 20 കൺഫേം ആണ്. 20ന്റെ മേലെ എന്തായാലും കിട്ടുമല്ലേ? ഓക്കെ. ഇതിനെന്താ വില ചോദിക്കുന്ന വില എന്താ? ഇത് 2,65,000 റുപ്യ നമ്മൾ ചോദിക്കണം. 2,65,000 മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇത് നെഗോഷ്യബിൾ പ്രൈസ് അല്ലേ? എത്ര ലോൺ കിട്ടുമോ ഇതിന്? ഇതിപ്പോ 1.25 റേഞ്ചിൽ ലോൺ കയറും. കിട്ടുമല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത വണ്ടി ഇത്യോസ് ലിവ് ആണ്, ഡീസൽ വണ്ടിയാണ്. ഇത് എത്ര മോഡലിടാ മോനെ? ഇത് 2014 മോഡല് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് എയർ ബാഗ് ഉണ്ടാവില്ല, GD ആണ് ഓപ്ഷൻ വരുന്നത്. അതേപോലെ 4th ഓണർഷിപ്പിലെ വണ്ടി വരുന്നത്. തന്നെ എത്ര ഓട്ടോ ഉണ്ട്? ഇത് റീ ആയതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി ഏൽക്കാൻ പറ്റില്ല. ജെനുവിന് പറയാൻ കഴിയില്ല അല്ലേ? ഇപ്പൊ മീറ്ററിൽ 1,50,000 കിലോമീറ്റർ ഉള്ളത് മീറ്ററില്. ടയറും കാര്യങ്ങളും അത്യാവശ്യം വരുന്നുണ്ട്. അതേപോലെ സീറ്റ് കവറും നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ തന്നെ. ഇത് വോൾട്ടോണിലാണ് വണ്ടി വരുന്നത് വാഹനം. ഇന്ത്യയിലൊക്കെ വോൾട്ടോണിലാണ് ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ. ഇതിൽ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? എയർ ബാഗ് ഇല്ല. GDയിലാകുമ്പോ എയർ ബാഗ് വരില്ല. ഇതിൽ വരുന്നില്ല. ഓക്കെ. ഇത് എത്ര ചോദിക്കണേ? ഇത് 3,95,000 റുപ്യ നമ്മൾ ചോദിക്കുന്നത്. 3,95,000. 95 ചോദിക്കുന്നത് റേറ്റ്. ഏകദേശം 3 റുപ്യ റേഞ്ചിൽ ലോണും കയറുന്നു. 3 റുപ്യ ലോൺ കിട്ടും. ഇത് നെഗോഷ്യബിൾ പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ. കസ്റ്റമർ വരികയാണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോവാം. അടുത്ത വണ്ടി മൈക്ര, നിസാൻ മൈക്ര ആണ്, ഡീസൽ വണ്ടിയാണ്. ഇത് എത്ര ഇടമത്തെ? ഇത് 2013 ഒറിജിനൽ കേരള വണ്ടിയാണ്. തന്നെ സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി വരുന്നത്. ഫുൾ ലോഡ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രാമത്തെ ഓണർ? ഇത് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി വരുന്നത്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. XV ആണ് ഓപ്ഷൻ വരുന്നത്. ബാക്കിൽ വൈഫർ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബാക്കിൽ വൈഫർ, ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. തന്നെ പിന്നെ ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ആണ്. 22 റേഞ്ചിൽ മൈലേജും കാര്യങ്ങളൊക്കെ. മൈലേജ് അത്ര കിട്ടുന്നുണ്ടല്ലോ. ഇതിനെത്ര ചോദിക്കണത്? ഇത് 3,35,000 റുപ്യ നമ്മൾ ചോദിക്കുന്നത്. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഏകദേശം 3 റുപ്യ റേഞ്ചിൽ ലോണും കിട്ടും.
ആ ലോൺ കിട്ടുമല്ലോ, 3 രൂപ ലോൺ കിട്ടും അല്ലേ? 35 ഫുൾ ഓപ്ഷൻ വരുന്നത്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും, സീറ്റ് കവർ അതേപോലെ നല്ല സീറ്റ് കവർ തന്നെ ചെയ്തിട്ടുണ്ട് വണ്ടിമ തന്നെ. കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്, സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയുണ്ട്. അടുത്ത വണ്ടി മാരുതിയുടെ റിഡ്സ് പെട്രോൾ വണ്ടിയാണ്. എത്രയുടെ മോഡൽ ഇത്? 2009 മോഡല്, 3ാമത്തെ ഓണർഷിപ്പിലെ വണ്ടി ഉള്ളത്. ഇപ്പൊ മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ആകുമ്പോൾ മൈലേജ് 15 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും തന്നെ. പിന്നെ 1,85,000 നമ്മൾ ചോദിക്കുന്നത്, മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് എത്ര ഓട്ടം ഉണ്ട്? ഇത് 1,22,000 കിലോ. എത്രാമത്തെ ഓണർ? 3ാമത്തെ ഓണർ തന്നെ. ഇത് എത്രക്ക് കൊടുക്കാം? ഇത് 1,85,000 നമ്മൾ ചോദിക്കുന്നുണ്ട്, മാക്സിമം നെഗോഷ്യബിൾ ആണ്, മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇതിന് ലോൺ കിട്ടൂടാ? ലോണ് ഷേർട്ടോടെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഷേർട്ടോടെ കിട്ടൂല. ബാങ്ക് നമുക്ക് 2009 ആയതുകൊണ്ട്. പിന്നെ LXI ആണ് വരുന്ന ഓപ്ഷൻ തന്നെ. ഇന്ത്യയിൽ എങ്ങനെ? ഇന്ത്യയിൽ നീറ്റാണ്, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 4 പവർ വിൻഡോ കയറ്റിയതാണ്. LXI കൊണ്ട് പവർ വിൻഡോ 4 ഉണ്ടല്ലോ ഇതില്. അത് കമ്പനി അല്ല ചെയ്തതാണ്. അത് നിങ്ങൾ അഡീഷണൽ ആയി ചെയ്തതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. ഇത് എത്രയുടെ മോഡൽ? 2007 മോഡല്, 2007 മോഡൽ അല്ലേ? ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ മേജറായിട്ട് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഇത് 1,20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. അതേപോലെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. സീറ്റ് കവർ ആണെങ്കിൽ നല്ല സീറ്റ് കവർ തന്നെ വണ്ടിയുള്ളത്. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സ്പോയിലർ കയറ്റിയിട്ടുണ്ട് വണ്ടിമേ. അലൈവിൽ വരുന്നുണ്ട്. പിന്നെ 1,80,000 നമ്മൾ ചോദിക്കുന്നത്, മാക്സിമം ചെയ്ത് കൊടുക്കാം. 1,85,000 ചോദ്യം. മാക്സിമം ചെയ്ത് കൊടുക്കൂല? മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഇതിന്റെ ഇന്റീരിയൽ കാണിച്ചില്ല, ഇന്റീരിയൽ ഒന്ന് കാണിച്ചു. ഇത് 4 ഡോർ പവർ വിൻഡോ ഉണ്ട് അല്ലേ? ഇത് വീഡിയോ ഓപ്ഷൻ വരുന്നത്. 4 പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. പിന്നെ സീറ്റ് കവർ പുതിയ ചെയ്തിട്ടുണ്ട്. പുതിയ സീറ്റ് കവറാണ്, നല്ല വൃത്തിയുള്ളതാണ്. ഓക്കെ. അങ്ങനെ വീണ്ടും ഒരു മാരുതിയുടെ റിഡ്സ് ഡീസൽ വണ്ടിയാണ് ഇത്. ഇത് എത്രയുടെ മോഡല്? ഇത് 2014 മോഡല്. മേജറായിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ ഡീസൽ വരുന്നത്, അതുകൊണ്ട് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ വരും. 20 റേഞ്ചിൽ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. ടയറൊക്കെ പുതിയ തന്നെ അല്ലേ? VDI ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ പുതിയ നല്ല സീറ്റ് കവർ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവർ തന്നെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ തന്നെ. ഇന്ത്യയിലൊക്കെ അടിപൊളി അല്ലേ? നല്ല സീറ്റ് കവർ. വിൻഡോ 4 ഡോർ ഉണ്ട് അല്ലേ? 4 വിൻഡോ. AC പവർ സ്റ്റിയറിംഗ്. സീറ്റ് കവർ പുതിയ ചെയ്തല്ലേ? പുതിയ ചെയ്തോ? ഓക്കെ ഓക്കെ. നല്ല അടിപൊളി ആയിക്കണേ. ഇതെന്താ ചോദ്യം? ഇത് 3,50,000 നമ്മൾ ചോദിക്കുന്നു. 3,50,000 ചോദിക്കുന്നത്. ഇത് VDI അല്ലേ ഓപ്ഷൻ? ലോൺ ആണെങ്കിൽ 3 രൂപ റേഞ്ചിൽ ലോൺ കിട്ടും. ഒരു 65 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഒരു 65,000 രൂപ ഉണ്ടെങ്കിൽ മതി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോവാം. അടുത്ത വണ്ടി ഇറ്റിയോസ് ലിവ. ഇത് എത്രയാണ് മോഡല്? ഇത് 2013 റീ വണ്ടി കേട്ടോ. റീ വണ്ടിയാണ്. മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി ഉണ്ട് അതിന്? ഹിസ്റ്ററി അവൈലബിൾ ആവില്ല. ഉണ്ടാവില്ല അല്ലേ? റീ വണ്ടി ആയതുകൊണ്ട് കിലോമീറ്ററിന്റെ കാര്യം നമ്മള് പറയാൻ പറ്റൂല. ഓക്കെ. ഇത് എത്രാമത്തെ ഓണർ? ഇത് 3ാമത്തെ ഓണർഷിപ്പില്. ഇവിടെ ഇപ്പൊ 3ാമത്തെ ഓണറല്ല ഉള്ളത്? ഓക്കെ. ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ശരി. സീറ്റ് കവർ പുതിയ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഇന്ത്യയിൽ കുഴപ്പമില്ലല്ലോ, നല്ല സീറ്റ് കവർ പുതിയതാ. കമ്പനി ലിവന്റെ തന്നെ സീറ്റ് കവർ ആണ് വരുന്നത്. ഏതിതാ? ഓക്കെ. നല്ല വൃത്തിയുണ്ടല്ലോ. നല്ല വൃത്തിയുള്ള സീറ്റ് കവർ ആണ്. ഓക്കെ. പിന്നെ ഇതിന് എന്താ വില ചോദിക്കുന്നത്? ഇത് 3,60,500 ആണ്. ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജും ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ. ഇതിന് ലോൺ കിട്ടോടാ? ലോണ് 3 രൂപ റേഞ്ച് നമുക്ക് ലോൺ കൊടുക്കാം. 3 രൂപ ലോണും കിട്ടും അല്ലേ? ഓക്കെ. ഇത് നെഗോഷ്യബിൾ ഇതല്ലേ? മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോവാം. ഫോർഡ് ഫിസ്റ്റ. അടുത്ത വണ്ടി ഫോർഡിന്റെ ഒരു വണ്ടിയാണ്. ഇത് ഏത് വണ്ടിയാണെടാ? ഇത് 2009 മോഡല്. ഏത് വണ്ടി ഏതാണ്? ഫിസ്റ്റ. ഓക്കെ 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 ഓക്കെ.
ഇത് കേരള വണ്ടി അല്ലേ? കേരള വണ്ടിയാണ്. ആ 2010 മോഡല്. മേജറായിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, റീപ്ലേസ് ഇല്ല അല്ലേ? അത് ശരി. ഇത് പിന്നെ സിംഗിൾ ഓണറാ സെക്കൻഡ് ഓണറാ? ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ്. മൂന്നാമത്തെ ഓണർഷിപ്പിൽ അല്ലേ? ഇത് എത്ര ഓട്ടോ ഉണ്ട്? ഇത് 1,00,000 സംതിങ് ഉണ്ട് വണ്ടി. എത്ര മോഡൽ പറഞ്ഞു? 2010 മോഡൽ. 10 അല്ലേ? ഇതിൽ ലോൺ ഒന്നും കിട്ടൂലല്ലോ? ലോൺ ഉണ്ടാവില്ല. ആ ഇതിനെന്താ വില ചോദിക്കുന്നത്? ഇത് 2,65,000. 265 അല്ലേ? വില കുറച്ച് കൊടുക്കൂലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം. ആ എങ്ങനെ ഇന്ത്യയിലൊക്കെ എങ്ങനെ? ഇത് നല്ല സീറ്റ് കവർ തന്നെ വരുന്നുണ്ട്. അതേപോലെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. 4 പവർ വിൻഡോ. ആ സീറ്റ് കവറൊക്കെ വൃത്തിയുണ്ട്, ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്. 4 ഡോറ് പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്തത് ഈ ടൊയോറ്റയുടെ ഇറ്റിയോസ്. ഇത് എത്ര മോഡലിടാ? ഇത് 2013. മേജറായിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. റിയൽ വണ്ടി? ഫ്രീ ആണ്. ഓക്കെ. പിന്നെ 5ാമത്തെ ഓണർഷിപ്പിലെ വരുന്ന വണ്ടി. എത്ര മോഡലാണ് പറഞ്ഞ? 2013. 13 ആണല്ലേ? ഓക്കെ. വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? മേജറായിട്ടൊന്നും ഇല്ല ഇതിന്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ലല്ലോ. 3,65,000 നമ്മൾ ചോദിക്കുന്നത്. 3,65 ചോദ്യം. വില കുറച്ച് കൊടുക്കൂല? മാക്സിമം. ഈ ലോണ് കിട്ടൂലേ? ലോൺ കിട്ടും. ലോൺ എത്ര കിട്ടും? ലോഡ് ഏകദേശം 3 റുപ്യ റേഞ്ച് കിട്ടും. തന്നെ? ഇന്ത്യയിലൊക്കെ എങ്ങനെ? ഇതില് നല്ല സീറ്റ് കവർ വരുന്നുണ്ട്. അതേപോലെ സ്ക്രീൻ ഒക്കെ ഉണ്ടല്ലേ? അത് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട്. ടച്ച് സ്ക്രീൻ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഫുൾ വർക്കിംഗ്. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? എ സി കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എ സിന്റെ ഒന്നും കംപ്ലൈന്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല വണ്ടിയല്ല? നല്ല വണ്ടി, ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത വണ്ടിയിലോട്ട് പോവാം. അടുത്തത് ആൾട്ടോ കാറാണ്. ഇത് എത്ര മോഡലാ? ഇത് 2012 സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ 12 മോഡലാ? 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? ഇത് കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ള വണ്ടി അല്ലേ? ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ? ഇത് 1,85,000. 1,85,000 അല്ലേ? 2012 മോഡല്. 12 മോഡൽ. 1,85 ചോദ്യം. ഇത് ലോൺ കിട്ടോ? ലോൺ ഏകദേശം 1.25 റേഞ്ച്, 1 റുപ്യ റേഞ്ച് കൊടുക്കാം. ഉറുപ്പ് ലോൺ കിട്ടും? 1 റുപ്യ തന്നെ? ഇന്ത്യയിലൊക്കെ എങ്ങനെ? ഇന്ത്യയിൽ പക്കനെ സീറ്റ് കവറും 2 പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. 2 ഡോർ പവർ ഉണ്ട് അല്ലേ? ഓക്കെ. ഇന്ത്യയിൽ വൃത്തിയുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. ഇത് വില കുറച്ച് കൊടുക്കൂലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക് കസ്റ്റമറിന്. ഓക്കെ. അപ്പൊ അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത വണ്ടി ബൊളോരോ ആണ്. ബൊളോരോ എത്രടാ മോഡൽ? ഇത് 2009 തന്നെ? മേജറായിട്ട് ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. 4th ഓണർഷിപ്പിലെ വരുന്ന വണ്ടി. നല്ല സീറ്റ് കാർ തന്നെ ചെയ്തിട്ടുണ്ട്, പുതിയ സീറ്റ് കാർ തന്നെ. അടിപൊളി. ഇവിടുന്ന് കാണുന്നുണ്ട്. നല്ല ടച്ച് സ്ക്രീൻ ഉണ്ടോ? ഇല്ല. പിന്നെ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. അത്യാവശ്യം ഉണ്ടല്ലേ? കാര്യങ്ങളൊക്കെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നല്ല നീറ്റ് ഉണ്ട് അല്ലേ? ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയല്ല? നല്ല സീറ്റ് കാർ തന്നെ വരുന്നുണ്ട്. ഓ സീറ്റ് കവറൊക്കെ നല്ല അടിപൊളിയല്ലേ? ഇന്നത്തെ ചോദിക്കുന്നത് ഇത് 2,65,000. 2,65 ചോദ്യം അല്ലേ? എത്ര മോഡൽ പറഞ്ഞു? 2009. 2009 വണ്ടി 2,65 ചോദ്യം. വില കുറച്ച് കൊടുക്കൂല? മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടാവൂല? ഓക്കെ. അപ്പൊ അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്തത് വീണ്ടും ഒരു ഇറ്റിയോസ് ആണ്. ഇത് എത്ര മോഡലാണടാ? ഇത് 2011 റീ വണ്ടിയാണ്. ഇത് റീ വണ്ടിയാണ്? ഡീസൽ വരുന്ന മൈലേജും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. ബാക്കിൽ സ്പോയിലർ കാര്യങ്ങൾ കയറ്റി അലോയ് വീൽ കയറിയാണ്. അലോയ് വീലാണല്ലേ? ഫുൾ ഓപ്ഷന്റെ അലോയ് വീൽ വണ്ടി കയറിയിട്ടുണ്ട്. ഓപ്ഷൻ വരുന്നത്.
LCD ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുണ്ടല്ലോ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. നല്ല സീറ്റ് കവർ തന്നെ വണ്ടിയുള്ളു. വണ്ടി ക്ലിയർ ആണല്ലോ, മെക്കാനിക്കലായിട്ട് മെക്കാനിക്കൽ ഒന്നും കംപ്ലൈന്റ് ഇല്ല. ഒന്നും ഗ്യാരണ്ടിയും കൊടുക്കാം നമുക്ക്. ടോട്ടൽ ലോസും ബ്ലഡിനും ഗ്യാരണ്ടി കൊടുക്കാം. ഇതിന് എത്രയാണ് ചോദ്യം? ഇത് 3,10,000 രൂപ. 3,10,000 ചോദ്യം. 3,10,000. ഡിസ്കൗണ്ട് ഉണ്ടാവൂലേ? മാക്സിമം കൊടുക്കാം. ഇതിന് ലോൺ കിട്ടൂലേ? ലോൺ ഏകദേശം 2 രൂപ റേഞ്ചിൽ ലോൺ കയറും. അത്ര കിട്ടൂലേ? ഇന്ത്യയിലൊക്കെ എങ്ങനെ? ഇന്ത്യ പക്കാണ്. 4 പവർ വിൻഡോ, LCD ഡിസ്പ്ലേ, റിവേഴ്സ് ക്യാമറ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഡാഷ്ബോർഡ് ഒക്കെ നല്ല വൃത്തിയുണ്ടല്ലേ? ഓക്കെ. ഇത് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് വന്നതാ? നമ്പർ ആയിട്ട് വന്നതാ? എങ്ങനെ നമ്പർ ആയിട്ട് വന്നു? ഓക്കെ. ശരി. ഇപ്പൊ 71 അപ്പൊ അടുത്ത വണ്ടിയിലോട്ട് പോവാം. സിയാസ്. അടുത്തത് മാരുതിയുടെ സിയാസ് ആണ്. ഇത് എത്ര മോഡലടാ? ഇത് 2014 മോഡൽ 15 രജിസ്റ്ററുള്ള വണ്ടിയാണ്. തന്നെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ZDD ഓപ്ഷൻ വരുന്നത്. ബട്ടൺ ഫുൾ ഓപ്ഷൻ ZDDI ആണല്ലോ. ഓക്കെ. അലൈവിൽ വരും. അതേപോലെ അലൈവിൽ ഉണ്ടല്ലോ. ബട്ടൺ സ്റ്റാർട്ടിങ് വരും. 2 എയർ ബാഗ് വരും. സ്റ്റാറിമോ ഹോളിയോ കൺട്രോളിങ് വരും. ബാക്ക് സ്പോയിലർ വരുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും വരുന്ന വണ്ടിയാണ്. സെൻസർ കാര്യങ്ങളൊക്കെ വരും. റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ടോ? റിവേഴ്സ് ക്യാമറ അല്ല, സെൻസറാണ്. കമ്പനി തന്നെ സെൻസറാണ്. ABS ഉണ്ട് കേട്ടോ. ABS തന്നെ വണ്ടി. ABS ഉണ്ട്. ഓക്കെ. ഇന്ത്യയിലൊക്കെ എങ്ങനെ? ഇന്ത്യയിൽ പക്കാണ്. നല്ല നീറ്റായിരുന്നു. സീറ്റ് കവറും കാര്യങ്ങളും, ബാക്കിൽ എസിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് എത്ര ഓട്ടോ ഉണ്ടോ? ഇത് 1,12,000. 1,00,000 സർവീസ് കഴിഞ്ഞു. മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ. തന്നെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ടൈമിംഗ് ചെയിനൊക്കെ മാറ്റിക്കണല്ലേ? ഓക്കെ. ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? 5 ലക്ഷം നമ്മൾ ആസ്കിംഗ് പ്രൈസ്. എത്രയാണ്? 5 ലക്ഷം. 5 ലക്ഷം രൂപ ചോദിക്കണ്ട. ഇതിന് ലോൺ എത്ര കിട്ടും? ഇതിന് 4 ലക്ഷം കൺഫേം ആണ് ലോണ്. 4 എന്തായാലും പക്ക കിട്ടും. കസ്റ്റമറിന്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ചിലപ്പോ 4.5 റേഞ്ചിൽ കയറും. അതിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. 4.5 കിട്ടിയാലും പിന്നെ 50,000 രൂപ ഉണ്ടെങ്കിൽ എന്തായാലും ഇതില് ഡിസ്കൗണ്ട് ഉണ്ടാവുമല്ലോ. നിങ്ങൾ പറഞ്ഞ റേറ്റിനല്ലല്ലോ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത വണ്ടി എർട്ടിഗയാണ്. ഡീസലാണ്. 14 മോഡലാണ് അല്ലേ? ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി വരുന്നത്. അലൈവില് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് ഏത് ഓപ്ഷന്? ഇത് VDI ആണ് ഓപ്ഷൻ വരുന്നത്. VDI അല്ലേ? അതുകൊണ്ട് നല്ല മൈലേജും കാര്യങ്ങളും വരും. എത്ര ഓട്ടോ ഉണ്ട്? ഇത് 1,30,000 കിലോമീറ്റർ. 1,30,000 കിലോമീറ്റർ ഓടിക്കണല്ലോ. ഓക്കെ. 490 നമ്മള് ചോദിക്കണേ. മാക്സിമം ചെയ്ത് കൊടുക്കാം. 4,90,000. 490 ചോദ്യം. അതില് ഡിസ്കൗണ്ട് ഉണ്ടാവൂല? ഏകദേശം 4 രൂപ റേഞ്ച് ലോണും കയറും. 4 രൂപ ലോണും കിട്ടൂല്ലേ? ഓക്കെ. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. ABS തന്നെ വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ എങ്ങനെ? പക്കാണ്. ഓക്കെ. 4 ഡോർ പവർ വിൻഡോ ഇതുണ്ട്. സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ. കുഴപ്പമില്ല. ഓക്കെ. 1.30 ഓട്ടോ ഉണ്ടല്ലേ ഇത്? 1.30 ഓട്ടോ. ഓക്കെ. അപ്പോ അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത ഒരു മാരുതിയുടെ വാഗ്നർ ആണ്. എത്ര മോഡലാണ് ഇത്? ഇത് 2016 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 16 ഓട്ടോമാറ്റിക് അല്ല? ഏത് ഓപ്ഷന്? ഇത് VXI ആണല്ലേ? 4 പവറിന്റെ ബാക്കിൽ വൈഫർ കാര്യങ്ങളൊക്കെ വരുന്ന അലോയില് കാര്യങ്ങളൊക്കെ വരും. അലോയിലുണ്ട്. ഓക്കെ. പിന്നെ 390 നമ്മൾ ചോദിക്കണേ. മാക്സിമം ചെയ്ത് കൊടുക്കും. എത്ര ലോൺ കിട്ടും? ഇതിന് ഏകദേശം 3 രൂപ ലോൺ കയറും. 3 രൂപ ലോൺ കിട്ടൂല? കുഴപ്പമില്ല. നല്ല വൃത്തിയുണ്ട് വണ്ടി. ഇന്ത്യയിലൊക്കെ എങ്ങനെ? ഇന്ത്യയിൽ പക്കാണ്. ഡുവൽ ടോളിലെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ വരും. ഡാഷ്ബോർഡൊക്കെ 4 പവർ. ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആണ്. 4 ഡോർ അല്ലേ പവർ വിൻഡോ? ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്തത് ഒരു ആൾട്ടോ പഴയ മോഡലാണ്. എത്രടാ ഇത് മോഡൽ? 2011 സിംഗിൾ ഓണർ വണ്ടിയാണ്. 75,000 കിലോമീറ്റർ. മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 77 ഓടിയിട്ടുള്ളൂ? 75,000 കിലോമീറ്റർ. ജെന്യൂൻ തന്നെയാ? ജനുവരി കിലോമീറ്റർ തന്നെ.
വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ടല്ലേ? ആ നല്ല ക്വാളിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് 11 വണ്ടി? 11 മോഡല്. ലോൺ കിട്ടൂലല്ലോ? ലോൺ കിട്ടും. ലോൺ 1 ലക്ഷം രൂപ ലോണും കിട്ടും. 1 ലക്ഷം ലോൺ കിട്ടും. എത്ര ചോദിക്കുന്ന റേറ്റ്? 1.38. 1.38. അതില് ഡിസ്കൗണ്ട് ഇല്ല? മാക്സിമം ചെയ്ത് കൊടുക്കാം. ആ, അപ്പൊ പിന്നെ 1 ലക്ഷം ലോണും കിട്ടും. 1 ലക്ഷം ലോണും കിട്ടും തന്നെ. അപ്പൊ 10-25,000 രൂപ ഉണ്ടെങ്കിൽ 25,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കല്ലോ അല്ലേ? സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയുണ്ടല്ലേ? നല്ല ക്വാളിറ്റി. ഇത് സ്റ്റീരിയോയില് വരുന്നത് സാധാ? ഓക്കെ 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 ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? വേറെ മെക്കാനിക്കലായിട്ട് ഒന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടിപൊളി റിഡ്സ്. എത്രടാ മോഡല്? 2009 മോഡല്. ഡീസൽ വണ്ടിയാ? ഡീസൽ. 2009 ഡീസൽ അല്ലേ? VDI വരുന്നത്. ഏതാണ്? VDI. മേജർ ആയിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വേറെ അപാകങ്ങളൊന്നും ഇല്ലല്ലോ? അതേപോലെ 4ാമത്തെ ഓണർഷിപ്പിൽ വരുന്നത്. 4ാമത്തെ ഓണർഷിപ്പിലെ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ വരും. എത്ര ചോദിക്കണത്? ഇത് 2,15,000. 2.15 ചോദ്യം. ഇതിന് ലോൺ കിട്ടോ? ലോൺ 9 ആയതുകൊണ്ട് ₹1 റേഞ്ച് കിട്ടും. ഇന്റീരിയൽ നോക്കണമായിരുന്നല്ലോ. ഇന്റീരിയലൊക്കെ കുഴപ്പമില്ല. നല്ല വൃത്തിയുള്ള സീറ്റ് കവറൊക്കെ ഉണ്ടല്ലോ. ഓക്കെ 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 ഓക്കെ. അടുത്ത വണ്ടി ടാറ്റയുടെ ടിയാഗോ. ഇത് എത്രയുടെ മോഡല്? 2018 സിംഗിൾ ഓണർ വണ്ടി. 65,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. മേജർ ആയിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റും ഇല്ല. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. 4 ലക്ഷം രൂപ നമ്മൾ ചോദിക്കണേ. ഏകദേശം 3.5 റേഞ്ചില് ലോണും കയറും. 3 രൂപ ലോൺ കിട്ടൂല. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ്, മിററും ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലോയ് വരുന്നുണ്ട്. പെട്രോൾ ഒന്നുമില്ല. ഇത് പെട്രോൾ വണ്ടിയാണ്? പെട്രോൾ ആണ്. ഏകദേശം 18 റേഞ്ച് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. ഇന്ത്യയിൽ കുഴപ്പമില്ല. നല്ല വൃത്തിയുണ്ട്. പുതിയ സീറ്റ് കവർ ആയിരിക്കും അല്ലേ? പുതിയ സീറ്റ് കവർ. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോവാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ് വണ്ടിയാണ്. ഡീസലാണ്. എത്രയാണ് മോഡല്? ഇത് 2013. മേജർ ആയിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ വരുന്നത്. ഏത്? VDI. അതുകൊണ്ട് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 20 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടത്തിനുണ്ട്. ഓട്ടോ 1,13,000. എത്രാമത്തെ ഓണർ? 3ാമത്തെ ഓണർഷിപ്പിൽ വരുന്നു. തന്നെ. 3,65,000 ചോദിക്കുന്നത്. 3 ലക്ഷം ലോണും കിട്ടും. എത്രയാണ് ചോദ്യം? 3,65. 3.65. ലോൺ എത്ര കിട്ടും? ലോൺ 3 രൂപ. 3 രൂപ ലോൺ കിട്ടും അല്ലേ? 65 രൂപ ഉണ്ടെങ്കിൽ മതിയല്ലേ വണ്ടി ഇറക്കാം? ഡിസ്കൗണ്ട് ഉണ്ടാവൂലേ? മാക്സിമം കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം അല്ലേ? 4 ഡോർ ഉണ്ട്. പവർ വിൻഡോ. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോവാം. അടുത്തത് ഇത്തിയോസ് ലിവ ഡീസൽ വണ്ടി. ഇത് എത്ര മോഡലടാ? ഇത് 2018 GD തന്നെ 2 എയർ ബാഗ് വരുന്ന ടൈപ്പുകൾ വാഹനം. ഏത് ഓപ്ഷന്? GD ആണ്. അതിൽ തന്നെ 2 എയർ ബാഗ്. സ്പെഷ്യൽ എഡീഷൻ വാഹനം. സ്പെഷ്യൽ എഡിഷൻ ശരി. GD എയർ ബാഗ് വരില്ല. അതിൽ എയർ ബാഗ് വരുന്ന ടൈപ്പാണ്. ഇത് കേരള വണ്ടിയാണോ? റീ ആണ്. റീ വണ്ടി അല്ലേ? അത് ശരി. ഇനെന്താ വില ചോദിക്കണത്? ഇത് 6,45,000. 6.40. 6.40. 6.40. ലോൺ കിട്ടൂലേ? ലോണ് ഏകദേശം 5 ലക്ഷം രൂപ ലോൺ കിട്ടും. 5 ലക്ഷം രൂപ ലോൺ കിട്ടൂല. ഇന്ത്യയിലൊക്കെ എങ്ങനെ? നല്ല ക്വാളിറ്റിയിലാണ്. സീറ്റ് കവർ ആണെങ്കിലും 4 പവറിന്റെ പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ആളാണ്. ഡാഷ്ബോർഡ് ഒക്കെ നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയിലുണ്ട്. ഓക്കെ. ടയറാണ് നല്ല പുതിയ ടയറാണ് വരുന്നുണ്ട്. 4 ടയറും പുതിയതാണ്. ഓക്കെ ഓക്കെ. 4 ടയറും പുതിയതാണ്. പുതിയ ടയറാ. ഓക്കെ ഓക്കെ. അടുത്തത് എർട്ടിക വണ്ടിയാണ്. ഡീസലാണ്. എത്രയുടെ മോഡൽ ഇത്? 2013. 2013 വണ്ടിയാണ്. ഓക്കെ. വണ്ടി എങ്ങനെയുണ്ട്?
മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അടിപൊളിയാ? സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി തന്നെ. കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ വരും. ഡീസൽ വണ്ടി അല്ല? ഓക്കെ. ഏത് വീഡിയോ ചെയ്യാ? LD ആണ്. LD ആണ്. 13 അല്ല? എത്ര ചോദിക്കണേ? ഇത് 3.25. വേറെ അപാധകളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഇതിനെത്ര ഇന്ത്യയിലൊക്കെ എങ്ങനെ? ഇന്ത്യയിൽ നല്ല പക്കയാണ്, നീറ്റാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സീറ്റ് കവർ പഴയതായിരിക്കണം അല്ലേ? സീറ്റ് കവർ ഒന്ന് മാറ്റേണ്ടി വരും. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത വണ്ടി വാഗ്നർ ആണ്. ഇത് എത്രടാ മോഡല്? 2010 ഫോർത്ത് ഓണർഷിപ്പ് വരുന്നതാണ്. 2010 വണ്ടി? 2010. മേജറായിട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കൊക്കെ ഓക്കെയാണ്. അടിപൊളിയാ? അടിപൊളി വണ്ടി. ഇത് എത്രാമത്തെ ഓണർ? നാലാമത്തെ ഓണർഷിപ്പ്. എത്രയാണ് ചോദ്യം? ഇത് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ടല്ലോ. എത്രക്ക് കൊടുക്കും? ലാസ്റ്റ് മാക്സിമം ഒക്കെ ചെയ്ത് കൊടുക്കൂല? ലോൺ കിട്ടുമോ ഇനി? ലോണ് 10 കൊണ്ട് ചെറിയ ഇതിലൊക്കെ കിട്ടും. 60,000 റുപ്യ റേഞ്ച് കിട്ടുള്ളൂ ലോൺ. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ്. ഓക്കെ. എത്ര ചോദിച്ചത്? എത്രയാണ്? 2 രൂപ. 2 രൂപ ആണല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോവാം. അടുത്ത വണ്ടി ആൾട്ടോ ആണ്. ഇത് എത്ര മോഡലാണ്? 2010 ആൾട്ടോ LXi. സ്റ്റിയറിംഗ് AC, തേർഡ് ഓണർഷിപ്പില് വരുന്നത്. അതേപോലെ 1,35,000 റുപ്യ ചോദിക്കുന്നു. അടുത്ത നമുക്ക് സാൻഡ്രോ നോക്കലാ. സാൻഡ്രോ എത്ര മോഡലാണ് ഇത്? 2010 രണ്ടാമത്തെ ഓണർഷിപ്പ്. 1,00,000 കിലോമീറ്റർ. പിന്നെ മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ 1,27,000 നമ്മൾ ചോദിക്കുന്നു. 1,27,000? കുറച്ചു കൊടുക്കൂലേ? ടയറൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം? ടയർ അത്യാവശ്യം വരുന്നുണ്ട്. ഏതാണ്? ഓക്കെ. ഇന്ത്യയിലൊക്കെ എങ്ങനെ? അടുത്തത് നിസാൻ ഡാറ്റ്സൺ. ഇത് എത്ര മോഡലാ? 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വാഹനം. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അപാധകളൊന്നുമില്ല. ഓക്കെ. 1,85,000 റുപ്യ നമ്മൾ ചോദിക്കണം. എത്ര ചോദിക്കണത്? 1,85. 1,85? വില കുറവില്ലേ? ഫുൾ ലോൺ കയറും. ഫുള്ള് ലോൺ കിട്ടും ഇതിനാ? ഇതിന് ഫുള്ള് ലോൺ കിട്ടുമല്ല? ഇത് ഡീസൽ വണ്ടിയാ? പെട്രോൾ ആണ് അല്ലേ? മൈലേജ് എത്ര കിട്ടുമായിരിക്കും? മൈലേജ് 15 ആ റേഞ്ച് കിട്ടും. ആ റേഞ്ച് കിട്ടുമല്ലേ? അപ്പൊ നല്ല ട്രാക്കൊക്കെ ഉള്ളവർക്ക് ഫുള്ള് ലോൺ കിട്ടുമല്ലേ? 1,85 അത്ര ചോദിക്കണത്? 1,85. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലിട്ട് പോവാം. അടുത്തൊരു ആൾട്ടോ കാറാണ്. 2010. ഓക്കെ. 2010 തേർഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ മേജറായിട്ട് ആക്സിഡന്റ് ഒന്നും കാര്യങ്ങളില്ല. മെക്കാനിക്കലൊക്കെ എങ്ങനെ? അടിപൊളിയാ? മെക്കാനിക്കലായിട്ട് എന്ത് പ്രോബ്ലം ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിന് എത്രയാണ് ചോദ്യം? ഇത് 1,35. 1,35 ചോദ്യം. ലോൺ കിട്ടോ? ലോണും കിട്ടും. എത്ര കിട്ടും? ഒരു 60,000 റുപ്യ ലോൺ ചെയ്തോ തന്നെ? ഓക്കെ ഓക്കെ. LCD ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ടല്ലോ? 4 പവർ വിൻഡോ. ഓക്കെ 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 ഓക്കെ.